സിനിമയാണ്, നല്ല സിനിമയാണ്. എല്ലാം അടിപൊളി, നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റ്. അടിപൊളി പടം, സൂപ്പർ പടം. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഈ സിനിമ മാറും. നല്ല സിനിമയാണ് ഇത്. തികഞ്ഞ ഒരു പുരുഷ സിനിമ തന്നെയാണ്. കാരണം ഇത് സ്ത്രീകൾക്കെതിരല്ല, വ്യക്തമായ നിയമം പഠിച്ചിട്ടുള്ള സ്ത്രീകൾ ഇനി ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. എന്തും ആണുങ്ങൾക്കെതിരെ പ്രവർത്തിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ സിനിമയാണ് ഇത്. സ്ത്രീകളെല്ലാവരും കാണുകയും വേണം, അതുപോലെ പുരുഷന്മാരും കാണണം. ഈ സിനിമയെ മലയാളികളായിട്ടുള്ള എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇത് ശരിക്കും ഒരു വിവാദ സിനിമ തന്നെയാണ്. വ്യക്തമായി പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അനാവശ്യമായിട്ട് ആണുങ്ങൾക്കെതിരെ പുരുഷന്മാർക്കെതിരെ ചലിക്കുന്ന ഓരോ സ്ത്രീകളും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നിഗൂഢമായിട്ട് നടക്കുന്ന കുറേ സ്ത്രീകൾ കണ്ടിരിക്കേണ്ട അടിപൊളി ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ അടിപൊളി, BGM അടിപൊളി, റൈറ്റിംഗ് സൂപ്പർ, ഡയലോഗൊക്കെ അടിപൊളി, അഭിനയിച്ചിരിക്കുന്ന ജഗദീഷ്, ആസിഫ് അലി എല്ലാവരും നല്ല കിടിലായിട്ട് അടിപൊളി ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് ഇത് മാറും. ബമ്പർ ഹിറ്റാണ് സിനിമ. സൂപ്പർ സ്റ്റോറിയാണ്. ഇന്റർവ്യൂ ഒരു ക്രിഞ്ചൊക്കെ തോന്നിയത്, പക്ഷേ അതൊന്നും ഇന്റർവ്യൂ കഴിഞ്ഞ് പടം നന്നായിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഒരു നല്ലൊരു കഥാപാത്രം കേട്ടോ, കുഴപ്പമില്ല. നല്ലൊരു കുടുംബ കോടതി പശ്ചാത്തലമായിട്ടുള്ളൊരു നല്ലൊരു കുടുംബ ചിത്രം, കുഴപ്പമില്ല. നല്ല പടമായിരുന്നു, നന്നായിരുന്നു. മൂവിയാണ്, നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല പടമായിരുന്നു, നന്നായിരുന്നു. ഫാമിലിക്കും നല്ല പടം. സേതു സാർ ഇത് സിനിമയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വ്യക്തമാക്കി തന്നു. അപ്പോൾ നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ആനുകാലിക പ്രാധാന്യമുള്ളൊരു കാര്യം ജനങ്ങളുടെ അടുത്ത് എങ്ങനെ കൺവേ ചെയ്യണം, അതിനെ നമുക്ക് സിനിമയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ വീണ്ടും പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ എപ്പോഴും പുരുഷന്മാർ ആരും അവരുടെ ആ ഒരു വശം ആരും ചിന്തിക്കുന്നില്ല. ശരിക്കും സ്ത്രീധനം കൊടുക്കണ്ട എന്ന് പറയുമ്പോഴും വീട്ടുകാരറിഞ്ഞ് 100 പവൻ അങ്ങ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പേരിൽ നമ്മുടെ 2-3 വർഷം മുമ്പ് ഒരു കുട്ടി LLBക്ക് പഠിച്ചൊരു കുട്ടി മരിച്ചു. അത് ന്യൂസ് പേപ്പറിൽ വായിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി മരിച്ചു സ്ത്രീധനത്തിൻ്റെ പേരിൽ. നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള 2 കുട്ടികളായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വായിച്ചിട്ട് വിസ്മയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം. അപ്പോൾ എന്തിനിങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതുപോലൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. താങ്ക് യു. കഥയൊക്കെ നല്ല കഥയൊക്കെയാണ്, കണ്ടിരിക്കാൻ സുഖമുണ്ട്. പക്ഷേ അവസാനം കൊണ്ട് തീർത്തത് പ്രേക്ഷകർക്കൊരു സന്തോഷം കിട്ടും. അത് സംഭവ കഥകളാണ്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ കഥകളാണ്.